ഇതിപ്പോൾ രാത്രി കുറ്റ്യാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയില്ല. കേക്ക് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യം ഒന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. പക്ഷേ എന്നോട് പറയും ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നറിയും. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാത്രി ഇങ്ങനെ വണ്ടിമേ പോകാൻ. എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും. നല്ല ഇപ്പം പ്രത്യേകിച്ച് ആ ഒരു ഡിസംബറിലെ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. ചെറുതായിട്ട് തണുപ്പൊക്കെ അടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് നേരെ വയനാട്ടിൽ പോയിട്ട് കോടൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകും. ഇങ്ങനെ വണ്ടിയിൽ പെട്രോൾ ഇല്ലേ, അപ്പോൾ പെട്രോൾ പമ്പ് കയറിയത്. അപ്പോൾ എപ്പോഴും കാണുമ്പോൾ എനിക്കൊരു ചിരിയൊന്നും തോന്നുന്നുണ്ടോ. കാരണം ഞാൻ ഫസ്റ്റ് വണ്ടി പഠിച്ച ആ ഒരു ടൈമിൽ എനിക്കറിയില്ല എവിടെ പെട്രോൾ അടിക്കാൻ വിചാരിച്ച് പുറത്തായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്രോൾ അടിക്കാൻ വിചാരിച്ച് നിൽക്കും. അത് പമ്പിലൊരു പേടിയില്ല. പിന്നെ വളരെ എല്ലാവരും പഠിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പെട്രോൾ അടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമാണ് ഇങ്ങനെ ഓർമ്മ വേണ്ടി. അങ്ങനെ പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓവനിൽ വെക്കുന്നത്. ഞാൻ എപ്പോഴും ഗ്യാസ് സ്റ്റൗവിലാണ് ഇട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, ഇതങ്ങ് കരിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു ടൈം എടുത്തപ്പോൾ പിന്നെ ഞാനൊന്ന് വെന്തിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പടത്തിൻ്റെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ കുത്തിയത്. അത് എവിടെ തിരഞ്ഞിട്ടും കാണുന്നില്ല. അങ്ങനെ പിന്നെ ഫോർക്ക് വെച്ച് കുത്തിയിട്ടാണ് അതിൻ്റെ മേലെ ഫുള്ളും അങ്ങനത്തെ ഒരു കോലായത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ നമ്മുടെ A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ലേശം മൈദ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു A4 ഷീറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാഹ് ഫസ്റ്റ് തന്നെ പിന്നെ ആ ഒരു ഇതിൽ തന്നെ നല്ലോണം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം എഴുതി വെച്ചതാട്ടോ ഡയറിയിൽ പോയിട്ട്. കാരണം നമുക്ക് കുറേ വീഡിയോസിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായമായിരിക്കും പറയില്ല. അപ്പോൾ ഞാൻ എനിക്ക് എങ്ങനെയാണോ അത് ബേക്കായി കിട്ടിയത്, അപ്പോൾ ഞാൻ വേഗം അത് പോയിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ പ്രശ്നമില്ല, ഓർമ്മയിൽ ഉണ്ടാവുന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോകും പെട്ടെന്ന്. പിന്നെ എപ്പോഴും ചെയ്യാത്ത കാര്യമായതുകൊണ്ടേ. മറ്റേ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ എപ്പോഴും വെക്കുന്നതാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ബിഹൈൻഡ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ. ഞാൻ എല്ലാം അന്നേരം ചെയ്ത് വെക്കും. പക്ഷേ എനിക്ക് ഞാനൊരു ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു ഓവനിൽ വെക്കുന്ന ആ ഒരു ടെൻഷൻ കാരണം ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റായി. ഇനി ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നോട് പറഞ്ഞു എനിക്ക് അധികം ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, എനിക്ക് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കേക്ക് മതി എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ ഒരു 21 മാത്രമാണ് ഇട്ട് എഴുതിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിനധികം ഓവർ സാധനം വാങ്ങിയിട്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആക്കാനായിട്ട് ഞാൻ നോക്കാറില്ല. എനിക്കെപ്പോഴും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ എനിക്ക് എത്ര പെട്ടെന്ന് എൻ്റെ മോള് വലുതായി പോയത് എന്നുള്ളത്. കാരണം ഇപ്പോഴും എൻ്റെ കൺമുന്നിലായ ഒരു സീനുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മക്കളെ നമ്മളെ കയ്യിൽ കൊണ്ടുതരല്ലോ. ഫസ്റ്റ് ഒന്നും വെച്ച് പോകും, പിന്നെ അവരെ നമുക്ക് നല്ല കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി തരല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ബാർബി ഡോളിനെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി കണ്ണ് തുറന്ന് നല്ലോണം നോക്കി അതിൻ്റെ അമ്മ ആണ് എന്നുള്ളൊരു ഇതിൽ എൻ്റെ ആരോ ആണ്. അങ്ങനെ അതിന്നും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഭയങ്കര ഒരു മായാതെ കിടക്കുന്നൊരു പിക്ചറാണ്. അപ്പോൾ ഭയങ്കര ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ വലുതായി പോയല്ലോ ആൾ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് പ്രസവിച്ചപ്പോഴും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേത്. പക്ഷേ ഇവളെ ഒരു മദർഹുഡ് അങ്ങനെയൊന്നും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പിന്നെ മോളതാക്കിയതൊക്കെ എൻ്റെ അനിയത്തിയും ഉമ്മയൊക്കെ തന്നെ കേട്ടോ. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവരും ഉമ്മയും അനിയത്തിയൊക്കെ കൂടെ വേണം എന്നുള്ളൊരു ഇതായിരുന്നു ആദ്യമൊക്കെ. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാനും എൻ്റെ മോളും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും എന്തുണ്ടെങ്കിലും കുറേ സങ്കടങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ ഷോൾഡർ തന്നെയാണ് കേട്ടോ.